Students, in the last class we have seen the expression for energy in the unit of centimeter inverse for a rigid rotator as Bj into epsilon j is equal to Bj into j plus 1, and this j is the rotational quantum number. It can take values from 0, 1, 2 etc. up to infinity. Then by substituting different values of j, we will get different energy levels. So for j equal to 0, the value of energy becomes epsilon j is equal to 0. For j is equal to 1, it becomes Bj into j plus 1. So for Bj into j plus 1, for j equal to 1, it becomes 1 into 2, that is 2b. Then for the next one, it is 6b. Then for j equal to 3, it is 12b, etc. So this is the representation of the different energy levels in the rigid diatomic rotator. Now actually we will get a spectral line if the molecule undergoes a rotational change, that is it moves from one rotational level to another rotational level, that is it changes its energy level. Suppose if the molecule changes from j equal to 0 to j equal to 1, corresponding to that we will get a spectral line. So if it goes from j equal to 0 to j equal to 1, അപ്പോൾ ആ കേസിലാണെങ്കിൽ നമുക്ക് ഒരു അബ്സോർപ്ഷനാണ് നടക്കുക, അതായത് ലോ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 2b മൈനസ് 0, ദാറ്റ് വിൽ ബി 2b ആയിരിക്കും. നൗ അനദർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് വി ടേക്ക് ഫ്രം j ഈക്വൽ ടു 2 ടു j ഈക്വൽ ടു 1 ആണെങ്കിൽ, സോ നെക്സ്റ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ അബ്സോർപ്ഷനാണ് കൺസിഡർ ചെയ്തത്. ഇപ്പം നമ്മളൊരു എമിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് j ഈക്വൽ ടു 2 എന്ന് j ഈക്വൽ ടു 1ലേക്കാണ് ഒരു എമിഷൻ വരുന്നതെങ്കിൽ അതിൻ്റെ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6b മൈനസ് 2b 4b ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ 4bയിൽ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ ട്രാൻസിഷൻ 2 ടു 1 ടു 2 കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2b 4b 6b എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഒരു പാറ്റേണിനാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്പെക്ട്രൽ ലൈൻ എന്ന് പറയും. അപ്പോൾ ഒരു ഗിവൺ സിസ്റ്റത്തിൽ ചില മോളിക്യൂൾസ് j ഈക്വൽ ടു 0 സ്റ്റേറ്റിലായിരിക്കും, ചില മോളിക്യൂൾസ് j ഈക്വൽ ടു 1 സ്റ്റേറ്റിലായിരിക്കും, j ഈക്വൽ ടു 2, അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ദ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഓഫ് ദി സിസ്റ്റം വിൽ ബി ഇൻ ഡിഫറെൻറ്റ് എനർജി ലെവലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ ഒരു റൊട്ടേഷണൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി അതിൽ അവൈലബിൾ ആണെങ്കിൽ ഓരോ മോളിക്യൂളും അതിൻ്റെ നിയറസ്റ്റ്, അപ്പോൾ ഇവിടുത്തെ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടീഷൻ പറയാറുണ്ട്. സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പോസിബിൾ ട്രാൻസിഷൻ. ഇപ്പം ഈ കേസിലാണെങ്കിൽ ഡെൽറ്റ ജെ പ്ലസ് ഓർ മൈനസ് 1 ആണ് ഇതിൻ്റെ സെലക്ഷൻ റൂൾ. അതായത് മോളിക്യൂൾസിന് അറ്റ് എ ടൈം ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം ദി ലോവസ്റ്റ് സ്റ്റേറ്റ് ടു ദ നെക്സ്റ്റ് നിയറസ്റ്റ് നൈബറിലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അതായത് 0 നിന്ന് 1ലേക്ക് മാറാം, 1 നിന്ന് 2ലേക്ക് മാറാം, ആ ഓർഡറിൽ മാത്രമേ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അറ്റ് എ ടൈം ഇറ്റ് കനോട്ട് ചേഞ്ച് ഫ്രം 1 ടു 3 അല്ലെങ്കിൽ 0 ടു 2 എന്ന് പറയുന്ന രീതിയിൽ ചേഞ്ച് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈൻസ്, കിട്ടുന്ന ലൈൻസ് ഈ ഒരു 2b 4b 6b എന്ന് പറഞ്ഞിട്ടുള്ള ഈക്വലി സ്പേസ്ഡായിട്ടുള്ള കുറേ സ്പെക്ട്രൽ ലൈൻസ് ആണ് നമുക്കൊരു റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് തിയററ്റിക്കലായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ നമുക്ക് ഇപ്പം ഹയർ വേർഷനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹയർ ട്രാൻസിഷനൊക്കെ ആണെങ്കിൽ ആ കേസിൽ നമുക്ക് ഇതുപോലെ എനർജി എഴുതിയിട്ട് നമുക്കതിൻ്റെ സ്പെക്ട്രൽ ലൈൻ്റെ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് സെലക്ഷൻ റൂൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ട്രാൻസിഷൻസിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ യൂഷ്വലി സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ലോവർ സ്റ്റേറ്റിനെ നമ്മൾ ജെ ഡബിൾ ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും, അപ്പർ സ്റ്റേറ്റിനെ നമ്മൾ ജെ ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഒരു കേസിൽ നമുക്ക് അപ്പർ സ്റ്റേറ്റിന് നമുക്ക് എപ്സിലോൺ ജെ ഡാഷ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ ഡാഷ് പ്ലസ് 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം.
എപ്സിലോൺ ജെ ഡബിൾ ഡാഷിന് ബി ജെ ഡബിൾ ഡാഷ് ഇൻറ്റു ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏത് സ്റ്റേറ്റും ജെ ഡാഷിന് ഏത് സ്റ്റേറ്റും ആവാം, ജെ ഡബിൾ ഡാഷും ഏത് സ്റ്റേറ്റും ആവാം. പക്ഷേ ജെ ഡാഷും ജെ ഡബിൾ ഡാഷും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ജെ ഡാഷിന്ന് ജെ ഡബിൾ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് +or-1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ലോവർ ട്രാൻസിഷനാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു എമിഷനാണ് എടുക്കുന്നതെങ്കിൽ ജെ ഡാഷ് 2 ആണെങ്കിൽ ജെ ഡബിൾ ഡാഷ് 1, ജെ ഡാഷ് 3 ആണെങ്കിൽ ജെ ഡബിൾ ഡാഷ് 2 ആയിരിക്കും. അപ്പോൾ ജെ ഡാഷ് മൈനസ് ജെ ഡബിൾ ഡാഷ് എപ്പോഴും 1 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ജെ ഡബിൾ ഡാഷിനെ നമ്മൾ ജെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ജെ ഡാഷ് എന്ന് പറയുന്ന വാല്യൂ അതിൻ്റെ നെക്സ്റ്റ് നിയറസ്റ്റ് 1 ആയിരിക്കും. ജെ ഡാഷ് ഈസ് ടേക്കൺ ആസ് ജെ, ദെൻ ജെ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ജെ, ദെൻ ജെ ഡാഷ് വിൽ ആൾവേസ് ബി ഈക്വൽ ടു ജെ പ്ലസ് 1. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്സിലോൺ ജെ എന്ന് പറഞ്ഞാൽ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. എപ്സിലോൺ ജെ ഡാഷ് എന്ന് പറഞ്ഞാൽ ബി ജെ ഡാഷ് ഇൻറ്റു ജെ ഡാഷ് പ്ലസ് 1 ആണ് അപ്പർ സ്റ്റേറ്റ്. ജെ ഡബിൾ ഡാഷ് ലോവർ സ്റ്റേറ്റാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. രണ്ട് നിയറസ്റ്റ് സ്പെക്ട്രൽ ലൈൻ നിയറസ്റ്റ് എനർജി ലെവലാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് ജെ ആണെങ്കിൽ നമുക്കിത് ജെ പ്ലസ് 1 ആയിരിക്കും അക്കോർഡിംഗ് ടു സെലക്ഷൻ റൂള്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എപ്സിലോൺ ജെ ഡാഷ് മൈനസ് എപ്സിലോൺ ജെ ഡബിൾ ഡാഷ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ബി ജെ ഡാഷ് ഇൻറ്റു ജെ ഡാഷ് പ്ലസ് 1 മൈനസ് ബി ജെ ഡബിൾ ഡാഷ് ഇൻറ്റു ജെ ഡബിൾ ഡാഷ് പ്ലസ് 1 ആണ് ജനറൽ ഇക്വേഷന്. അപ്പോൾ ഇതിൽ നമുക്ക് ജെ ഡബിൾ ഡാഷ് ജെ ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ജെ ഡാഷ് ആസ് ജെ പ്ലസ് 1. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഡെൽറ്റ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും. സോ ഇറ്റ് ഈസ് ബി ഇൻറ്റു ജെ ഡാഷ് ബിക്കംസ് ജെ പ്ലസ് 1. സോ ജെ പ്ലസ് 1 ഇൻറ്റു ദെൻ ജെ ഇൻറ്റു ജെ പ്ലസ് 1. സോ ജെക്ക് പകരം ജെ പ്ലസ് 1, ജെ പ്ലസ് 1ന് പകരം ജെ പ്ലസ് 2 മൈനസ് ജെ ഡബിൾ ഡാഷ് ആക്ച്വലി അത് ജെ എന്ന് കൊടുത്തു നമ്മൾ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 വന്നു. സോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ജെ പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ജെ പ്ലസ് 2 മൈനസ് ജെ എന്ന് വന്നു. സോ അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ബി ഇൻറ്റു ജെ പ്ലസ് 1 ഇൻറ്റു 2 ആണ്. സോ ഇറ്റ് ഈസ് 2b ഇൻറ്റു ജെ പ്ലസ് 1. 2b ഇൻറ്റു ജെ പ്ലസ് 1ൽ ജെ ക്യാൻ ടേക്ക് വാല്യൂ, ജെ എന്ന് പറഞ്ഞാൽ ലോവർ സ്റ്റേറ്റ് ആണ്. ലോവർ സ്റ്റേറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0, 1, 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് സ്പെക്ട്രൽ ലൈൻ്റെ എക്സ്പ്രഷൻ ഡെൽറ്റ എപ്സിലോൺ ഈക്വൽ ടു 2b ഇൻറ്റു ജെ പ്ലസ് 1. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സ്പെക്ട്രൽ ലൈൻ ആണ്, നോട്ട് ഫോർ ദ എനർജി ലെവൽ. സ്പെക്ട്രൽ ലൈൻ്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. അതായത് ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ട്രാൻസിഷൻ 0 to 1. 0 to 1 ട്രാൻസിഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2b ആണ്. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2b ആണ്. ജെ ഈക്വൽ ടു 1 മീൻസ് 1 to 2 ട്രാൻസിഷനാണ്. അതിന് കറസ്പോണ്ടിങ് 4b കിട്ടും. നെക്സ്റ്റ് ട്രാൻസിഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6b എക്സെട്ര ആ ഓർഡറിൽ അത് ഇൻക്രീസ് ചെയ്ത് പോകണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ജെ ഈക്വൽ ടു ഒരു 4 ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 4 to 5 ട്രാൻസിഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു ബി ഇൻറ്റു ദെൻ 4 + 1 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10b എന്നുള്ള വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഏത് ഹയർ ട്രാൻസിഷൻ്റെ വാല്യൂവും കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈൻ്റെ ഫ്രീക്വൻസി ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ വേവ് നമ്പർ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡെൽറ്റ ജെ നമ്മൾ +1 എടുത്തിട്ടാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിലും ഇത്രയും എനർജിയിൽ ഡിക്രീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡെൽറ്റ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ജെ ഡാഷ് മൈനസ് എപ്സിലോൺ ജെ ഡബിൾ ഡാഷ് ചെയ്തപ്പോൾ കിട്ടിയതുപോലെ ഇവിടെ നേരെ തിരിച്ച് നമുക്ക് ഈ കേസിൽ ഡെൽറ്റ ജെ -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ജെ -1 മീൻസ് ജെ ഡാഷ് മൈനസ് ജെ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു -1. അതായത് അപ്പർ സ്റ്റേറ്റിൽ നമുക്ക് ഡിഫറൻസ് അപ്പർ സ്റ്റേറ്റ് മൈനസ് ലോവർ സ്റ്റേറ്റ് -1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതായത് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് സ്റ്റേറ്റ് ജെ ഡാഷ് നമ്മൾ 1 എടുത്തു, അപ്പോൾ ജെ ഡബിൾ ഡാഷ് നമുക്ക് 0 ആയിരുന്നു. ഈ കേസിലാണെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു വരും. അതായത് ജെ ഡാഷ് നമുക്ക് കിട്ടുന്നത് 0യും ജെ ഡബിൾ ഡാഷ് 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവും. സോ 0 - 1 എന്ന് പറയുമ്പം -1. പക്ഷേ എനർജി വാല്യൂ എന്ന് പറയുമ്പം ഒന്ന് അബ്സോർപ്ഷൻ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും എമിഷനായിട്ട് മാറുന്നുണ്ടാവും നമുക്ക്. ഇപ്പോൾ ഈ ഒരു സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് ഇവിടെ സെപ്പറേഷൻസ് ഈക്വലി സ്പേസ്ഡാണ് വരുന്നത്. 2b 4b അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ നമുക്ക് പറയുന്നത് 2b എന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിയർ ബൈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ സെപ്പറേഷൻ 2b ആണെങ്കിൽ
ദാറ്റ് ഈസ് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്പെക്ട്രൽ ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ അല്ലെങ്കിൽ സെക്കൻഡ് സ്പെക്ട്രൽ ലൈൻ ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4b ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് വി കൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് h ഡിവൈഡഡ് ബൈ 8π² IC ആണ്. സോ h is Planck's constant, 8π² is a constant, c is the velocity of light. So but this I, that is the moment of inertia of the molecule about a particular rotational axis, and I is given by mu into r square. So where r is the bond length. So bond length ഒക്കെ ഇവാലുവേഷന് നമുക്ക് ഈ ഒരു സ്പെക്ട്രൽ ലൈൻസിൻ്റെ values അല്ലെങ്കിൽ by the spectral study we can calculate the bond length. And also mu എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mu means it is the reduced mass m1 m2 divided by m1 plus m2. So if we know the mass of one of the molecule present in the one of the atom present in the molecule, then the mass of the other atom also can be determined by the study of the spectral lines. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഗിൽമാൻ, ജോൺസൺ ആൻഡ് ഗോഡി has measured the first line j equal to 0 in the rotation spectrum of carbon monoxide as 3.84235 cm inverse. So ആ കേസിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ j equal to 0 to j equal to 1 ട്രാൻസിഷനാണ്. അപ്പം 0 to 1 ട്രാൻസിഷനിൽ നമുക്ക് ഇതിൽ കേസിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2b ഇൻറ്റു ജെ പ്ലസ് വണ്ണിൽ ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 2bക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് 3.84235 ഉള്ളത്. സോ b വിൽ ബി ഈക്വൽ ടു 3.84 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ദ വാല്യൂ ഈസ് 1.92118. സോ വി ക്യാൻ കാൽക്കുലേറ്റ് I, we have b is equal to h divided by 8π² IC. So from this I will be equal to h divided by 8π² CB. Now here b തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഇപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് അവർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ എടുത്തിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സീൻ്റെ വാല്യൂ നമ്മൾ ദിസ് ഈസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ദെൻ ദിസ് സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് വാല്യൂ ഓഫ് I വിൽ ബി ഒബ്റ്റെയിൻഡ് ഇൻ കിലോഗ്രാം മീറ്റർ സ്ക്വയറിൽ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ബീനെ നമുക്ക് മീറ്റർ ഇൻവേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം. മീറ്റർ ഇൻവേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻²² ആണ്. ദെൻ സി ആ കേസിൽ നമുക്ക് അതിനെ മീറ്റർ പെർ സെക്കൻഡ്, അതായത് 3 ഇൻറ്റു 10⁸ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ കേസിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം തന്നെയായിരിക്കും, അതായത് I വിൽ ബി ഇൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് ദാറ്റ് ഈസ് 14.5695 ഇൻറ്റു 10⁻⁻47 കിലോഗ്രാം ആയിട്ട്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആയിട്ട് നമുക്ക് I വാല്യൂ ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് mu r² ആണ്. സോ കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൽ mu ഈസ് ഈക്വൽ ടു mcmo ഡിവൈഡഡ് ബൈ mc പ്ലസ് mo ആണ്. കാർബണും ഓക്സിജനും ഉള്ളത് ഇൻറ്റു r² ആണ്. സോ ദിസ് ഫ്രം ദിസ് ഇക്വേഷൻ mcmo ഡിവൈഡഡ് ബൈ mc പ്ലസ് mo നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസാണ് മാസ് ഓഫ് കാർബൺ ആൻഡ് മാസ് ഓഫ് ഓക്സിജൻ. സോ മാസ് ഓഫ് കാർബൺ, ഇതിൽ മാസ് ഓഫ് കാർബൺ ആൻഡ് മാസ് ഓഫ് ഓക്സിജൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് മാസ് ഓഫ് കാർബൺ ആൻഡ് മാസ് ഓഫ് ഓക്സിജൻ ഓൾ ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം ഇറ്റ് ഈസ് 12 ആണ്. അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 15.9 അല്ലെങ്കിൽ 16 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഹൗ ക്യാൻ വി ഇവാലുവേറ്റ് ദിസ് മാസ് ഓഫ് ദിസ് കാർബൺ ഇഫ് യു നോ ദി മാസ് ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റ്? അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 1.0080 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും. ആൻഡ് ദ മാസ് കറസ്പോണ്ട്സ് ടു ദി ഹൈഡ്രജൻ ആറ്റം, അറ്റോമിക് മാസ്, അബ്സല്യൂട്ട് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.67344 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ അതുകൊണ്ട് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐദർ ഇറ്റ് ഈസ് 12 ഇൻറ്റു മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം ദാറ്റ് ഈസ് 1.67343 ഇൻറ്റു 10⁻⁻27. അപ്പോൾ അതിനെ എക്സാക്റ്റ് കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ്റെ മാസ് 1 ആണ് എടുക്കണമെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 1 വരും. പക്ഷേ നമുക്ക് ആ ഒരു കറക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് വിത്ത് 1.008. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ അറ്റോമിക് മാസ് യൂണിറ്റ് അറിയാമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മാസ് കാണാൻ പറ്റും. അതുപോലെ ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ദിസ് 15.9994 ഇൻറ്റു ദാറ്റ് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ 0.008 that is equal to this it is given by
not 226, it is 26.5613 into 10 raised to minus 27 kilogram നമുക്ക് obtain ചെയ്യും. So another method for calculating the reduced mass, if we know the atomic mass unit is by using this equation. So if we know for MCMO divided by MC plus MO in the case of carbon monoxide, we can use this equation for carbon. It is the atomic mass is 12 into, then for oxygen it is 15.9 divided by the MC plus MO becomes 15 plus 12 plus 15.9 into 6.02 into 10 raised to 23. That is Avogadro number. That is the concept came from the Avogadro number of molecule. So 1 gram of hydrogen atom contains 6.02 into 10 raised to 23 atoms of hydrogen. That is a concept. So from this mass of one hydrogen atom will be 1 by 6.62. That is mass of one hydrogen atom, that will be equal to 1 by 6.02 into 10 raised to 23 this in grams. So that value, if we express in kilogram, that will corresponds to the, already we have mentioned that value, that is 1.67 into 10 raised to minus 27 kilogram. So any method you can use. This will be the most easiest method. Or suppose you have to find out separately the mass, you can use this equation. That is for individual mass you can calculate by using this type of equation. So by using these values, we have obtained the value of MCMO, or the reduced mass, as 11.38 into 10 raised to minus 27 kilogram. Then R square is equal to 1 by I by mu. So I is already, we have obtained that value. So I divided by mu, then it will be in the unit of meter square, 1.279. സോ ഇതെല്ലാം നിങ്ങൾ പിന്നെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ചെയ്തിട്ട് തന്നെ വേണം. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാൽക്കുലേഷനിൽ ഡൗട്ട് വരും. ചെയ്തിട്ട് തന്നെ ക്ലിയർ ആക്കാം. സോ ആർ വാല്യൂ വിൽ ബി ഈക്വൽ ടു ദ റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി, സോ ദാറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് നാനോമീറ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദ യൂണിറ്റ് ഓഫ് മീറ്റർ. സോ ഇറ്റ് വിൽ ബി 10⁻⁻20ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 10⁻10 ആയിരിക്കും. 1.27ൻ്റെ റൂട്ട് 1 something ആയിരിക്കും. സോ ദാറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് നാനോമീറ്റർ, ദെൻ ഇൻ ദ വാല്യൂ ഓഫ് ആങ്സ്ട്രം. അപ്പോഴാണ് നമുക്ക് യൂഷ്വലി നമ്മൾ ബോൺ ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്നത് ആങ്സ്ട്രം യൂണിറ്റിലാണ്. സോ ദാറ്റ് വിൽ ബി 1.131 ആങ്സ്ട്രം. സോ ദിസ് ഈസ് വെൽ അഗ്രിമെൻറ്റ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് observation that is obtained from the rotational spectrum, and that very well matches with the theoretical experimental value of the bond length of carbon monoxide obtained from other methods. So we can use this method for calculating that is bond length, reduced mass, etc., type of quantities of a molecule, which cannot be determined by using other direct methods. Okay.